ഇന്നത്തെ രാവിലത്തെ പണി മക്കളെ തലയിൽ ചെറുപയർ തേക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെറുപയർ തേച്ച് രണ്ടാളെ തലയിലും ചെറുപയർ തേച്ച് കൊടുത്തു. ചെറുതായിട്ട് മക്കളെ തലയിൽ താരൻ. അപ്പോൾ ഷാമ്പു അതും ഇതൊന്നും തേച്ച് കൊടുത്ത് വെറുതെ ഉള്ള മുടി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങ് ചെറുപയർ അങ്ങ് തേച്ച് കൊടുത്തു. അങ്ങനെയാകുമ്പോൾ വേഗം താരനും അങ്ങ് പോകും. അപ്പോൾ കുളിക്കാൻ വെള്ളം വെച്ചപ്പോൾ ഇന്ന് ഇച്ചിരി മുഞ്ഞേൻ്റെ ഇല അങ്ങ് ഇടാമെന്ന് വെച്ചു. ഇനി ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളൂ വെച്ചിട്ട് ഇച്ചിരി മുഞ്ഞേൻ്റെ ഇല ഇട്ടു. എന്നാൽ പിന്നെ ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ അങ്ങ് അടുക്കളയിലേക്ക് കയറാമെന്ന് വെച്ചു. അടുക്കളയിലേക്ക് കയറി നോക്കിയപ്പോൾ ആ പാത്രത്തിൽ ഞണ്ടിട്ട് വെച്ചിട്ട് പിന്നെ അതിനൊക്കെ ഒന്ന് രസിച്ച് നോക്കിയിരുന്നു. അപ്പോൾ ആ മത്തി നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തിയിൽ പനഞ്ഞിലുണ്ട്. ഇത് മാറ്റി വെച്ചില്ലെങ്കിൽ ഇമ്മച്ചി കറിയിലേക്ക് അങ്ങോട്ട് ഇടും. എന്നാൽ പിന്നെ ഒരു പാത്രത്തിലേക്ക് അതങ്ങ് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് ഇപ്പച്ചി തുണികൾ ഉണക്കുന്നുണ്ട്. കുടംപുളി ഇതാ വെയിലത്ത് ഇട്ടിക്കിന്. പിന്നെ ഞാനും ഞണ്ടുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയും പിടിയായി. പിന്നെ ഇതാ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി ലാസ്റ്റ് അതിലേക്ക് ഞണ്ടങ്ങ് ഒരു കൊട്ടങ്ങ് കൊട്ടി അതിനങ്ങ് ഇളക്കി വെച്ചു. പിന്നെ അതിലേക്ക് ഇച്ചിരി മസാലയൊക്കെ ഇട്ട് തട്ടിക്കൂട്ടി ഇളക്കി വെച്ചു. അപ്പം പിന്നെ അങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇച്ചിരി മത്തൻ്റെ ഇല പറിക്കാം. അങ്ങനെ മത്തൻ്റെ ഇലയും പറിച്ച് ഞാനും ഉമ്മച്ചി കൂടെ അതങ്ങ് നന്നാക്കി അരിഞ്ഞങ്ങെടുത്തു. എന്നാൽ പിന്നെ ഒരു മത്തൻ്റെ ഇല ഉപ്പേരിയും കൂടെ ആവുമല്ലോ. അങ്ങനെ മത്തൻ്റെ ഇല നന്നാക്കലൊക്കെ കഴിഞ്ഞ് പതുക്കെ അങ്ങ് അടുക്കളയിലേക്ക് കയറി. അടുക്കളയിലേക്ക് കയറിയതിൻ്റെ മെയിൻ കാരണം ഈ പനഞ്ഞിൽ പൊരിക്കാനായിട്ടോ. വേറെ ആർക്കും ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ പനഞ്ഞിൽ. അപ്പോഴത്തേക്കും ഉമ്മച്ചി മീൻ കറിയാക്കി ഞണ്ട് കറിയൊക്കെ ആക്കി. അങ്ങനെ രസമുണ്ടോ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയാണ് ഞണ്ട് കറി. അപ്പോൾ എങ്ങനെ എല്ലാവരും ഭക്ഷണത്തിലേക്ക് കിടന്നു. ഇതൊക്കെയല്ലേ ഒരു സന്തോഷമല്ലേ. ഉള്ളപ്പോൾ ഒരുപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇല്ലാത്തപ്പോഴല്ലേ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതുള്ളൂ. ഇതിലും വലിയ സന്തോഷം വേറെ